തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിൽ CPM BJP ഡീൽ ആരോപണമാണ് പ്രധാന ചർച്ചയായതെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നതോടെ വിഷയങ്ങൾ അല്പം മാറിയിട്ടുണ്ട്. CPIM STPI സഹകരണം എന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഇതിനിടെയാണ് നേമത്ത് STPI പിന്തുണ LDF എന്ന STPI സംസ്ഥാന പ്രസിഡന്റ് CP അബ്ദുൽ ലത്തീഫിന്റെ വെളിപ്പെടുത്തൽ നിന്നുണ്ടായത്. BJPയെ തോൽപ്പിക്കുന്നതിനാണ് പിന്തുണയെന്നാണ് ഈ പറഞ്ഞ വിശദീകരണം. ആദ്യം ആ പ്രതികരണത്തിലേക്ക്, ലത്തീഫിന്റെ പ്രതികരണത്തിലേക്ക്. നേമത്ത് LDFനെ പിന്തുണക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവിടുത്തെ സാഹചര്യങ്ങളും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇടതുപക്ഷത്തിനെ പിന്തുണച്ചത്. അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം അതാണ്. കഴിഞ്ഞ പ്രാവശ്യം നമുക്കൊരു പോളിസി തന്നെ ഉണ്ടായിരുന്നു, BJPയെ പരാജയപ്പെടുത്താൻ മറ്റുള്ളവരെ വിജയിപ്പിക്കുന്നൊരു പോളിസി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അങ്ങനെയാണ് തീരുമാനിച്ചിരുന്നത്. ഇപ്രാവശ്യം നമ്മൾ നേമത്ത് അവർക്ക് പിന്തുണക്കും. അതേസമയം കേരളത്തിൽ പ്രധാന രാഷ്ട്രീയ പാർട്ടിയുമായി സഖ്യമുണ്ടാകുമെന്ന് പ്രസാധകൻ മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ STPI അഖിലേന്ത്യാ പ്രസിഡന്റ് MK ഫൈസി വ്യക്തമാക്കി. STPIയുടെ പിന്തുണ തേടി ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടില്ല എന്നാണ് CPIM ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബിയുടെ പ്രതികരണം. STPIയുടെ വോട്ട് വേണ്ടെന്ന് പറയില്ലെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ TM തോമസ് ഐസക്കും പറഞ്ഞു. എന്നാൽ STPI ബന്ധത്തിൽ മുഖ്യമന്ത്രി ഉന്നമിട്ട് ഇന്നും UDF നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. ആ പ്രതികരണങ്ങളിലേക്കെല്ലാം SDPയുടെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. SDPIക്ക് സ്വതന്ത്രമായി അവരുടേതായ കാരണങ്ങളാൽ ഓരോ മണ്ഡലത്തിലും ആരെ ജയിപ്പിക്കുന്നതാണ് അവരുടെ മുന്നിൽ ഉയർന്നു വരുന്ന ഭീഷണിയെ മറികടക്കാൻ ഏറ്റവും നല്ലത്. അത് സംബന്ധിച്ച് അവരവരുടെ അഭിപ്രായം പറയട്ടെ. BJPയും RSSും അവിടെ ജയിക്കാതിരിക്കണം എന്ന താല്പര്യത്തോടുകൂടി ആരെല്ലാം ശ്രമിക്കുന്നുവോ ആ ശ്രമങ്ങളെല്ലാം നേമം അസംബ്ലി മണ്ഡലത്തിൻ്റെ സാഹചര്യത്തിൽ സ്വാഗതാർഹമാണ്. ആര് വോട്ട് ചെയ്താലും ഞങ്ങളിപ്പോൾ ചാപ്പ് കുത്തി ഇന്നിന്ന ആളുകളുടെ വോട്ട് വേണ്ട എന്ന് പറയുന്നില്ല. ഞങ്ങളുടെ നിലപാട്, ആ നിലപാട് മതനിരപേക്ഷതയിൽ ഉറച്ചു നിൽക്കുന്നതാണ്. ആ നിലപാട് വികസനത്തിൻ്റെ ഒരു പരിപാടി വെച്ചിട്ടുള്ളതാണ്. SDPI മതേതരവാദികളാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുമോ? ഞാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ വെല്ലുവിളിക്കുന്നു. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ പറ, ഞങ്ങൾക്ക് SDPIയുടെ പിന്തുണ വേണ്ട. അപ്പോൾ ഇത്രയും മതേതരത്വം പ്രസംഗിച്ച് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ കോൺഗ്രസിന് ഉണ്ടെന്ന് പറഞ്ഞ് UDFന് ഉണ്ടെന്ന് പറഞ്ഞ് കേരളം മുഴുവൻ കോളിലൊക്കെ ഉണ്ടാക്കി ഒരു രഹസ്യമായി SDPI ആയിട്ട് ചർച്ച ചെയ്ത് ധാരണയിലെത്തുന്നു. എന്നിട്ട് അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ചൂടാവുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കാപഢ്യമുള്ള രാഷ്ട്രീയ നേതാവ് ശ്രീ പിണറായി വിജയനാണ്. കാപഢ്യമാണ് ഇത് മുഴുവൻ, ഹിപ്പോക്രസിയാണ്. ഒന്ന് പുറത്തു പറയുക, മറ്റത് വേറൊന്ന് ചെയ്യുക. നിങ്ങൾ UDF ഹാസ് ടേക്കൺ എ വെരി സ്ട്രോങ് സ്റ്റാൻഡ്. ആ സ്റ്റാൻഡിൽ ഞങ്ങൾ ഉറച്ചേക്കും. നിങ്ങൾ നേരത്തെ അറിയാല്ല, വെറുതെ എന്തിനാ എല്ലാ ദിവസവും അത് ചോദിക്കണം? രാവിലെയും ചോദിക്കും, ഉച്ചയ്ക്കും ചോദിക്കും. ഒരു സ്റ്റാൻഡ് എടുത്ത് എഴുതി ഞങ്ങൾ തന്നില്ലേ? EP ജയരാജൻ പറഞ്ഞത് ആരുടെ വോട്ട് കിട്ടിയാലും സ്വീകരിക്കുന്നതാണ്. ഇന്നലെ SDPIക്കാർ പറഞ്ഞ് ഞങ്ങൾ ശിവൻകുട്ടിക്ക് വോട്ട് ചെയ്തു കഴിഞ്ഞവണ, ഇത്തവണയും അദ്ദേഹത്തിനാണ് വോട്ട് ചെയ്തതെന്ന് പ്രഖ്യാപിച്ചു. അപ്പോൾ UDFനെ പിന്തുണച്ചാൽ അവരൊക്കെ വർഗീയവാദികളും, LDFനെ പിന്തുണച്ചാൽ അവരൊക്കെ മതേതരവാദികളെന്ന് പറഞ്ഞാൽ അത് കേരളത്തിൽ വില പോയില്ല. അത്രയും പറയുന്നു. എന്നാൽ നേമത്തെ LDF സ്ഥാനാർത്ഥി വി ശിവൻകുട്ടി ഇന്നലെ 24നോട് പറഞ്ഞത് ഒന്നുകൂടി കേൾക്കാം. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന അവസരത്തിൽ അഭ്യർത്ഥന കൊടുക്കുന്ന അവസരവും വോട്ടഭ്യർത്ഥിച്ചുകൊണ്ടുള്ള മറ്റു ലഘുലേഖകളും മറ്റ് പ്രസംഗത്തിലുമൊക്കെ തന്നെ എല്ലാ ജനങ്ങളോടുമാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. അല്ലാതെ ഇന്ന ആൾക്കാരെ മാത്രം എനിക്ക് വോട്ട് ചെയ്താൽ മതി എന്ന് പറയാറില്ല. ഏത് സ്ഥാനാർത്ഥിയും വോട്ട് അപേക്ഷിക്കുന്നത് ജനങ്ങളോടാണ്. അത് ജനങ്ങൾ തീരുമാനിക്കും. നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞില്ല ഇന്ന ആൾക്കാരുടെ വോട്ട് മാത്രമേ ചോദിച്ചു വാങ്ങണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. വോട്ട് ചോദിക്കുന്നത് ജനാധിപത്യ സംവിധാനത്തിൽ എല്ലാവരുടെയും വോട്ടാണ്. അതിന് ഇന്ന ആൾക്കാരുടെ മാത്രം വോട്ട് തേടുമെന്ന് പറയാറില്ല. നമ്മൾ ആദ്യം ലത്തീഫ് പ്രതികരിച്ച ലത്തീഫിന്റെ പ്രതികരണം നിഖിൽ പ്രമേഷിലേക്കാണ്, കോഴിക്കോടേക്കാണ്. നിഖില്, ഈ പറഞ്ഞതുപോലെ STPI LDFനെ പിന്തുണയ്ക്കുമെന്നുള്ളത് ഒരു പൊതു പൊളിറ്റിക്കൽ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണോ അതോ അതാത് മണ്ഡലങ്ങളുടെ വോട്ട് പാറ്റേൺ അനുസരിച്ചാണോ? സുഹൈൽ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ BJP CPM ഡീലായിരുന്നു വലിയ ചർച്ചയായിരുന്നെങ്കിൽ അതിന്റെ ഒരു രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പ്രതിപക്ഷം പ്രധാനമായും ആരോപണം ഉന്നയിക്കുന്നത് CPIM STPI ബന്ധത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്.
ആ ആരോപണത്തിന് അല്പം കൂടി ഊന്നൽ നൽകുന്നതായി ഇന്നത്തെ SDPIയുടെ സംസ്ഥാന അധ്യക്ഷന്റെ പ്രതികരണം. അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട്, നേമത്ത് ഞങ്ങളുടെ പിന്തുണ വി ശിവൻകുട്ടിക്കാണ്, LDF സ്ഥാനാർത്ഥിക്കാണ് അവിടെ പിന്തുണ നൽകുക എന്ന് അദ്ദേഹം ഉറപ്പിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടെന്നാൽ BJP അവിടെ വിജയിക്കാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ടാണ്. പക്ഷെ മഞ്ചേശ്വരത്ത് എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് പല മണ്ഡലങ്ങളിലും അദ്ദേഹവുമായി ദീർഘനേരം സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് പല മണ്ഡലങ്ങളിൽ നിന്നുമുള്ള ആളുകൾ SDPIയെ ബന്ധപ്പെടുന്നുണ്ട്. നമുക്കറിയാം 80,000-ഓളം കേഡർ വോട്ടുകൾ മാത്രം സംസ്ഥാനത്ത് SDPIയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ചില മണ്ഡലങ്ങളിലെങ്കിലും അവർക്ക് ചെറുതല്ലാത്ത സ്വാധീനം കാണിക്കാൻ കഴിയുന്ന സാഹചര്യവുമുണ്ട്. സ്വാഭാവികമായിട്ടും അവരുടെ പിന്തുണ തേടുക എന്നുള്ളത് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും നമ്മൾ കാണാറുണ്ട്. അത് പരസ്യമായി ഉണ്ടാകാറില്ല, പരോക്ഷമായാണ് പലപ്പോഴും സംഭവിക്കാറ്. എന്നാൽ ഇത്തവണ സംസ്ഥാന തലത്തിൽ തന്നെ അവർ സ്വീകരിച്ചിട്ടുള്ളൊരു നിലപാട് പല മണ്ഡലങ്ങളിലും ഇടതുമുന്നണിയെ സഹായിക്കാനാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേവലം 45 സീറ്റുകളിൽ മാത്രമാണ് SDPI സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കുന്നത്. 95 സീറ്റുകളിൽ അവർ പലരെയും പിന്തുണയ്ക്കാനുള്ള തീരുമാനമാണ് കൈക്കൊണ്ടിട്ടുള്ളത്. അത് അതത് ജില്ലാ കമ്മിറ്റികൾക്ക് അതിനുള്ള വിവേചന അധികാരം നൽകിയിരിക്കുന്നു എന്നാണ് CP അബ്ദുൾ ലത്തീഫ് വ്യക്തമാക്കുന്നത്. അത് അതത് ജില്ലാ കമ്മിറ്റികൾ തീരുമാനിച്ച് അറിയിക്കും. ഏറ്റവും ഒടുവിൽ സംസ്ഥാന നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനം കൂടി നടത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് വരും ദിവസങ്ങളിൽ, ഏതാനും ദിവസങ്ങൾക്കകം അതുണ്ടാകും. പക്ഷെ ചില മണ്ഡലങ്ങളിലെങ്കിലും നമ്മൾ ഓർക്കണം, പരസ്യമായിട്ടുള്ള പിന്തുണ തന്നെ CPM LDF സ്ഥാനാർത്ഥികൾ SDPIയോട് തേടുന്നു. അവർ തിരിച്ച് സഹായിക്കാമെന്നുള്ള ഉറപ്പ് നൽകുന്നു. അതിന് മറ്റെവിടെയും പോണ്ട, മലപ്പുറം ജില്ലയിൽ തന്നെ 2 ഇടങ്ങളിൽ അതിനുള്ള സാഹചര്യം നിലവിൽ ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. അതിലൊന്ന് മങ്കടയാണ്, മറ്റൊന്ന് വേങ്ങരയാണ്. അങ്ങനെയുള്ള നിരവധി മണ്ഡലങ്ങളിൽ ഇത്തരത്തിലുള്ള സാഹചര്യം ഇതിനോടകം തന്നെ രൂപപ്പെട്ടു കഴിഞ്ഞു. അതിനി ഏത് തരത്തിലേക്കും പ്രധാനമായും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് VD സതീശനോടുള്ള അദ്ദേഹം സമീപകാലങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളോടുള്ള ഒരു പ്രതിഷേധമുണ്ട് SDPIക്ക്. ചില പഞ്ചായത്തുകളിൽ നിന്നൊക്കെ, പഞ്ചായത്ത് ഭരണത്തിൽ നിന്നൊക്കെ മാറി നിന്ന സാഹചര്യം അത് സവിശേഷമായി അവർ പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരിപൂർണമായി ഇത്തവണ ഒരു പക്ഷേ LDFനായിരിക്കും കൂടുതൽ പിന്തുണ SDPI നൽകാൻ സാധ്യത എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.